നമ്മൾ ക്യാൻസർ ചെറുക്കാൻ വേണ്ടി എങ്ങനെ ജീവിതശൈലികൾ മാറ്റാമെന്ന് കേട്ടു. ഏതൊക്കെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സ്ക്രീനിങ് ചെയ്യാമെന്ന് കേട്ടു. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്യാൻസറിൻ്റെ ചികിത്സയിൽ സർജറി, അതായത് കൺസർവേറ്റീവ് സർജറിയുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇതിനെ പ്രധാനമായിട്ട് കാണുന്നത് സ്തനാർബുദത്തിലാണ്. പല സ്ത്രീകളും ക്യാൻസർ നിർണയിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വറിയാണ്, ഈ ക്യാൻസർ കാരണമുള്ള ചികിത്സ മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരുമോ, അതോ മാറ് നിലനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, മാറ് നിലനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്താൽ ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത കൂടുമോ? ഇതൊക്കെയാണ് സ്ത്രീകളിൽ സാധാരണമായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഭയങ്ങൾ. എന്നാൽ 1970-കളിൽ തൊട്ട് പഠനങ്ങളിൽ കൂടെ തെളിയിച്ചതാണ് സ്തനാർബുദത്തിനായി മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പല സീരീസ് എടുത്താലും 60% സർജറികൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷനുകളാണ് ചെയ്യുന്നത്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ വളരെ ചെറിയ ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്തനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഒരു മാറ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയാൽ ക്യാൻസർ എന്തായാലും വീണ്ടും വരാനുള്ള സാധ്യത കുറയുമല്ലോ, അപ്പോൾ പിന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് റിസ്ക് അല്ലേ എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും വരുന്ന ചോദ്യം. എത്ര കംപ്ലീറ്റ് സർജറി ചെയ്താലും, അതായത് മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന എത്ര കംപ്ലീറ്റ് സർജറി ചെയ്താലും 95% മാറ് മാത്രമേ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ടിഷ്യൂ മാത്രമേ നമുക്ക് നീക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ബാക്കിയുള്ള അംശങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. അപ്പോൾ കൺസേർവ് ചെയ്തുകൊണ്ട് ചെയ്തിട്ട് റേഡിയോതെറാപ്പി അതിനുശേഷം എടുത്താൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത രണ്ടിനും ഒരുപോലെയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ ആസ്പെക്ട്, ക്യാൻസർ കാരണമുള്ള മരണം സംഭവിക്കാനുള്ള സാധ്യത ഏതിനാണ് കൂടുതൽ എന്നാണുള്ളത്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്തതിന് ശേഷം റേഡിയേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യതയും അതിനാലുള്ള മരണത്തിൻ്റെ സാധ്യതയും കുറവാണ് എന്നുള്ളതായി തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ബ്രസ്റ്റ് കൺസർവേഷൻ തെറാപ്പിയാണ്, അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയും അതിനോടൊപ്പം തന്നെ റേഡിയേഷനും കൂടെ എടുക്കുമ്പോഴാണ് ഈ ചികിത്സ പൂർണ്ണമാകുന്നത്. ഇനിയും ഇപ്പോഴത്തെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി സംവിധാനങ്ങൾ ഉപയോഗിച്ച് പല മാറുകളിലും, അതായത് നേരത്തെ മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരാമെന്ന അവസ്ഥയിൽ പോലും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോടെ നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ശരീരത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇംപ്ലാന്റിൻ്റെ സഹായത്തോടോ മാറിൻ്റെ രൂപം, ആകൃതി എല്ലാം വീണ്ടും പുനർനിർമ്മിക്കുവാനും എന്നാൽ ക്യാൻസർ വരാനുള്ള സാധ്യത മിനിമലായിട്ട് തന്നെ കീപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. മാറ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക എന്നുള്ള ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. നമ്മൾ പുരാണങ്ങളിൽ കാണുന്നുണ്ട്, മാറ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ മാറ് മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നത് അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ചികിത്സയിലൂടെ ആ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൺസർവേറ്റീവ് സർജറി ഈസ് ആസ് ഗുഡ് ആസ് മാസ്റ്റക്ടമി ഓർ റിമൂവിങ് ദ ഹോൾ ബ്രസ്റ്റ്. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ചികിത്സ തേടുവാൻ സാധിക്കുന്നതും ആ രീതിയിൽ തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. രണ്ടാമത് കൺസർവേറ്റീവ് സർജറി ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് മലദ്വാരത്തിൻ്റെ ക്യാൻസറിലാണ്. മലദ്വാരത്തിൻ്റെ ക്യാൻസറിൽ പലപ്പോഴും എല്ലാവർക്കും ഭയമുള്ളത് ഒരു ബാഗ്, കൊളോസ്റ്റമി എന്ന ബാഗ് വേണ്ടി വരുമോ എന്നുള്ളതാണ്. അതായത് മലദ്വാരം നമ്മൾ നീക്കം ചെയ്ത ശേഷം നമ്മൾ കൊളോസ്റ്റമി ബാഗ് വെച്ചതിന് ശേഷം മലം അതിലൂടെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് പലരെയും ഭയപ്പെടുത്തുന്ന ഒരു ആസ്പെക്റ്റാണ്. ഇതിനാൽ തന്നെ പലരും ചികിത്സ നേരത്തെ തേടാതിരിക്കുകയും അത് അഡ്വാൻസ് ഡിസീസ് ആകുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പലപ്പോഴും മലദ്വാരം പൂർണ്ണമായിട്ട് എടുക്കാതെ ഉള്ള സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോ ആൻറ്റീരിയർ റിസെക്ഷൻ അല്ലെങ്കിൽ അൾട്രാ ലോ ആൻറ്റീരിയർ റിസെക്ഷൻ എന്നൊക്കെ പ്രൊസീജിയേഴ്സ് നമുക്ക് മലദ്വാരം പൂർണ്ണമായിട്ട് എടുക്കാതെ ബാഗ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ താൽക്കാലികമായ ഒരു ബാഗ് വെക്കേണ്ടി വരാം, എന്നാൽ അത് പെർമനൻ്റ് അല്ലാത്തൊരു സൊല്യൂഷനായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇന്നത്തെ കീമോതെറാപ്പിയുടെ അഡ്വാൻസ്മെൻറ്റിലൂടെ പലപ്പോഴും നമുക്ക് ക്യാൻസറിനെ സർജറി ഇല്ലാതെ തന്നെ, മലദ്വാരത്തിൻ്റെ ക്യാൻസറിന് സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. പല ഡേറ്റയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷനും ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ അഡ്വാൻസ്മെൻറ്റിലൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളത് നേരത്തെ ക്യാൻസർ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ കൺസർവേറ്റീവായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ
നമുക്ക് കൺസർവേറ്റീവായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാൻസറിൽ നിന്നുള്ള മുക്തി നേടാനും ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും നോർമലിലേക്ക് തിരിച്ചു വരുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായുള്ള ആസ്പെക്റ്റ്. അപ്പോൾ നമസ്കാരം ആൻഡ് താങ്ക് യു.